7%, പ്രതികരിക്കാത്തവർ 13%. ബിബീഷ് ഒന്ന് വിശദീകരിക്കും. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പക്ഷേ UDF കുറച്ചും കൂടി എന്താ പറയാ അവധാനതയോടെ ചെകഞ്ഞെടുത്ത് മുമ്പോട്ട് വെക്കാൻ സാധ്യതയുള്ള ഒരു സെക്ടർ ഇതാണെന്ന് അടിവരയിടുന്ന ഒരു ഫൈൻഡിംഗ് ആണ് ഇന്ന് വ്യക്തമായിരിക്കുന്നത്. ഈ ഒരു ചോദ്യത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് മണ്ഡലത്തിൽ വികസനം കൊണ്ടുവരുന്നതിൽ ഏത് പാർട്ടിയാണ് ഏറ്റവും മുൻപിൽ നിൽക്കുന്നതെന്ന ചോദ്യമാണ് ഞങ്ങൾ ചോദിച്ചത്. മുൻപത്തെ ചോദ്യങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ അതൊരു പൊതു ചോദ്യമായിരുന്നുവെങ്കിൽ, അഴിമതിയെക്കുറിച്ചോ വിലക്കയറ്റത്തെക്കുറിച്ചോ ക്രമസമാധാനത്തെക്കുറിച്ചോ ചോദിച്ച ചോദ്യം ഒരു പൊതു ചോദ്യമായിരുന്നുവെങ്കിൽ, ഇത് മണ്ഡലത്തിൽ വികസനം കൊണ്ടുവരുന്നതിൽ ഏത് പാർട്ടി അല്ലെങ്കിൽ ഏത് മുന്നണിയാണ് ഏറ്റവും മുൻപിൽ നിൽക്കുന്നതെന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ ചോദിച്ചത്. അതിനോടുള്ള ജനങ്ങളുടെ പ്രതികരണമാണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇത് ചോദ്യത്തിനെ കുറിച്ചല്ല, മണ്ഡലം ആര് ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അത് കേരളത്തിലുള്ള ഒരു പൊതു അഭിപ്രായമാണ്. LDF ആരെങ്കിലും UDF കോൺഗ്രസ് ആരെങ്കിലും മണ്ഡലത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ എത്രയും ഉദാഹരണങ്ങൾ ഇപ്പോൾ ഇനി പറയുന്നില്ല. അവർ ആ മണ്ഡലം നേഴ്സ് ചെയ്യും, ആളുകളെ ബന്ധപ്പെടും, എന്താ ചെയ്യുക, വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, അതോടെ ഉറപ്പിക്കും. LDF പൊതുവില് അങ്ങനെ ഏതെങ്കിലും ഒരു മണ്ഡലവുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല നിൽക്കാൻ നേതാക്കന്മാരാണെങ്കിൽ പിന്നെ പറയാനുമില്ല. ആ രീതിയിലുള്ളൊരു ഇടപെടലല്ല. ഇത് അന്താരാഷ്ട്ര രാഷ്ട്രീയം കുറച്ചുകൂടെ ഇപ്പോഴല്ല പൊതുവിൽ തന്നെയാണ് കേരളത്തിന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. അതിന്റെ ഫലമായിട്ട് UDF പ്രത്യേകിച്ച് ചെറുപ്പക്കാരാരെങ്കിലും ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് ഡിസ്ലോഡ് ചെയ്യാൻ സ്വല്പം ബുദ്ധിമുട്ടാണ്, വലിയ ഫൈറ്റാണ്. അപ്പൊ അതിനെ പ്രതിഫലിപ്പിക്കുന്ന വളരെ സത്യസന്ധമായിട്ടുള്ള ഡോക്ടർ ഐസക് താങ്കൾ ഇത്രത്തോളം കടന്നു പറയുമെന്ന് ഞാൻ വിചാരിച്ചു. താങ്കൾ പറഞ്ഞു, അതായത് ഒരുപക്ഷെ ഇടതുപക്ഷ ജനപ്രതിനിധികളുടെ ഇപ്പോഴുള്ള പ്രവർത്തന രീതിയിൽ കുറച്ച് മാറ്റം വേണമെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്. കുറച്ച് അതെ, നിശ്ചയമായും വേണം. പക്ഷെ ഈ ഒരു മേഖലയിൽ ഒരു പെർസെപ്ഷൻ ഡോക്ടർ ഐസക് വളരെ കൃത്യമായിട്ട് അത് കൺഫൈഡ് ചെയ്തു, അത് സമ്മതിച്ചു. അതായത് പ്രാദേശിക തലത്തിലുള്ള MLA-മാരുടെ വികസന സ്വഭാവം, അത് ആ പറഞ്ഞ ഒരു രീതിയാണ് അല്ലെ, ഒരു വികസന രീതി. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പക്ഷെ പബ്ലിസിറ്റി, പെർസെപ്ഷൻ, മീഡിയയുടെ ഒരു അത് മാത്രമല്ല CPM അല്ല LDF MLA-മാരുടെ വരട്ട് തത്വവാദം ഉണ്ടല്ലോ, ജനങ്ങളുമായി ബന്ധപ്പെടാത്ത. ഇപ്പൊ UDF MLA-മാരാണെങ്കിൽ കല്യാണത്തിന് പോവും, മരണത്തിന് പോവും, ജനങ്ങളുമായി ബന്ധപ്പെടും, ചെറിയ വികസന പ്രവർത്തനങ്ങളിൽ ഇടപെടും. അതൊന്നും LDF-കാർ ചെയ്യുന്നില്ല, പലയിടത്തും ചെയ്യുന്നില്ല. ചെയ്യുന്നവർക്ക് സക്സസ് ആവുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഡോക്ടർ തോമസ് ഐസക് അവിടെ പച്ചക്കറി കൃഷി വരെ നടത്തി. എത്ര LDF MLA-മാരുണ്ട് ഈ നിയമസഭയിൽ? എത്ര LDF MLA-മാര്, CPM ഉൾപ്പെടെ എത്ര MLA-മാരുടെ പേര് ഇവിടുത്തെ പത്രക്കാർക്ക് അറിയാം? എഴുന്നേക്കത്തില്ല വികസനം. അതുകൊണ്ട് ആ പെർഫോമൻസിനെ സംബന്ധിച്ചിടത്തോളം UDF വളരെ മുന്നിലാണ്. അതിനകത്ത് വികസനം എന്നുള്ള കാര്യത്തിനകത്ത് MLA-മാർ മരണത്തിന് പോകുന്നതും കല്യാണത്തിന് പോകുന്നതും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനങ്ങളുമായി ബന്ധം, അതിനകത്ത് റോഡ്, ഈ സ്മാർട്ട് സിറ്റി, വിഴിഞ്ഞം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഈ ഘട്ടത്തിൽ ജനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. നമ്മളത് കുറച്ച് കണ്ടിട്ട് കാര്യമില്ല. ഈ പക്ഷെ UDF-ന് ഗുണകരമാവുന്ന ചില ഏതാനും ഇൻഡിക്കേറ്റേഴ്സാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. LDF പരാജയമാണ്. അത് വ്യക്തമാക്കണം. ഞാൻ LDF